പ്രിയപ്പെട്ട കുട്ടികളെ, IT പ്രാക്ടിക്കലിൻ്റെ ഗ്രൂപ്പ് 2ലെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ മൂന്നാമത്തെ ഏരിയയായ മെയിൽ മെർജ് അതിലെ അവസാന ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രിപ്പയർ ഐഡൻറ്റി കാർഡ് ഫോർ സ്റ്റുഡൻസ് ഹു ആർ പാർട്ടിസിപ്പേറ്റ് ഇൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഐഡൻറ്റി കാർഡ് പ്രിൻറ്റ് ചെയ്യണം. അതിൻ്റെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം participants.odsലുണ്ട്. കാർഡിൻ്റെ ഒരു ഫോമാറ്റ് ID കാർഡ് OTTയിലുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2 ഫയലുകളാണ് മെയിൽ മെർജിന് നമുക്ക് വേണ്ടത്, ഒരു OTTയും ഒരു ODSഉം. അപ്പോൾ OTT ID കാർഡ്, ODS പാർട്ടിസിപ്പൻസ്, ഇത് തമ്മിൽ മെർജ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ സിംഗിൾ ഫയലാക്കിയിട്ട് exam10 ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം തുറക്കേണ്ടത് ഏതാണ് OTT, ID കാർഡാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ID കാർഡ് നമ്മൾ തുറക്കുന്നു. ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിലെ ID കാർഡ് OTT. അപ്പോൾ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡിൻ്റെ ഒരു ഫോമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നെയിം ഓഫ് ദി പാർട്ടിസിപ്പൻ്റ് ഒരു ഫീൽഡ് ഉണ്ട്, നെയിം ഓഫ് കോമ്പറ്റീറ്റീവ് ഐറ്റം ഉണ്ട്, അഡ്മിഷൻ നമ്പർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, നെയിം ഓഫ് സ്കൂൾ ഉണ്ട്. അങ്ങനെ 5 ഫീൽഡുകൾ ഇവിടെ നമുക്ക് മെർജ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് ഈ ടെംപ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിൽ ഈ കുട്ടികളുടെ വിവരങ്ങൾ എവിടെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. പാർട്ടിസിപ്പൻസ് ODSലാണുള്ളത്. അപ്പോൾ പാർട്ടിസിപ്പൻസ് ODS എന്ന് പറയുന്ന ഡാറ്റാബേസ് നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ വർക്ക് എന്താണ്? ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സ്, ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാബേസ് ഈ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നമ്മൾ നിൽക്കുന്നത് ഡാറ്റാബേസിലും അതുപോലെ തന്നെ മെയിൽ മെർജ് ഫീൽഡിലും ആണെന്നുള്ളത് നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഡാറ്റാബേസ് മെയിൽ മെർജ് ഫീൽഡ് ഓക്കെ ആണ്. മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ആഡ് ഡാറ്റാബേസ് ഫയൽ കൊടുക്കണം. അപ്പോൾ ബ്രൗസ് എടുക്കുക. ബ്രൗസ് കൊടുത്തിട്ട് നമ്മൾ എവിടെയാണുള്ളത്? നമ്മുടെ ഹോമിലെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയാൽ മതി. participants.ods. അപ്പോൾ നമ്മൾ എല്ലാം നോക്കുക, ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും. participants ODS അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന ഡാറ്റാബേസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സ്പാൻഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഷീറ്റ് 1 വന്നു. ഷീറ്റ് 1 എക്സ്പാൻഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വന്ന്, അപ്പോൾ ഇതിനകത്ത് സീരിയൽ നമ്പർ, നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ്, ഐറ്റം, അഡ്മിഷൻ നമ്പർ, സ്റ്റാൻഡേർഡ്, നെയിം ഓഫ് സ്കൂൾ, അങ്ങനെ കുറേ ഫീൽഡുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പോൾ നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് നമുക്ക് വേണം. അപ്പോൾ നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റിൻ്റെ അവിടെ നമ്മൾ കർസർ ഉപയോഗിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ്സ് വന്നു. ഇനി നെയിം ഓഫ് കോമ്പറ്റേറ്റീവ് ഐറ്റമാണ് ചോദിക്കുന്നത്. അതിൽ നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പിന്നെ അഡ്മിഷൻ നമ്പറാണ് ഇവിടെ വേണ്ടത്. അഡ്മിഷൻ നമ്പർ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നെയിം ഓഫ് സ്കൂൾ ഉണ്ട്, അതും ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതൊന്ന് അലൈൻമെൻറ്റ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് കളഞ്ഞിട്ട് നെയിം ഓഫ് കോമ്പറ്റിംഗ് ഐറ്റം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ഒരേപോലെ വന്നു. ഇനി നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്യുന്നു. നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് ഐറ്റത്തിന് ഐറ്റം തന്നെയാണ്. പിന്നെ അഡ്മിഷൻ നമ്പറാണ്. സ്റ്റാൻഡേർഡാണ്. നെയിം ഓഫ് സ്കൂൾ അതാണ്. അപ്പോൾ ഇതിൽ കുറേ വേറെ ഫീൽഡുകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്ത സീരിയൽ നമ്പറൊന്നും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യമുള്ളത് മാത്രം കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ നിന്ന് ഫീൽഡുകളെല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് വന്നു, ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലേക്ക് വന്നു. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മെർജ് ചെയ്യണം. ഈ മെർജ് ചെയ്യാൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫയലിൽ പ്രിൻ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രിൻറ്റിൽ നമ്മൾ യെസ് ആണ് കൊടുക്കേണ്ടത്. യെസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇടത്തിൽ നമ്മൾ ഫയൽ കൊടുക്കുക. ഓക്കെ പറയാം, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഉടനെ തന്നെ ഒരു വിൻഡോ വരും. സേവ് വിൻഡോ ആണ്, ഇത് സേവ് ചെയ്യാനുള്ള വിൻഡോ ആണ്. അവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ _ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്ത് നമ്മുടെ ഹോമിലെ exam10 സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അവിടെ മെർജിങ് നടന്ന് അവിടെ സേവ് ആയിട്ടുണ്ട്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഫയൽ, മെയിൻ ഡോക്യുമെൻറ്റ് ഫയൽ ഒന്ന് മിനിമൈസ് ചെയ്യുക, ക്ലോസ് ചെയ്യരുത്. മിനിമൈസ് ചെയ്യുക. നമ്മുടെ ഹോമിലെ exam10 ഒന്ന് തുറന്നു നോക്കുക. അതിൽ നമ്മൾ ഇതുണ്ടോ നോക്കുക. നമ്മുടെ ഓക്കെ, ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പവിത്രൻ വന്നിട്ടുണ്ട്, അലീന വന്നിട്ടുണ്ട്. ഓക്കെ,
ലാൽ കൃഷ്ണൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സിലും എല്ലാ ഫീൽഡുകളും വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം, ധൈര്യമായിട്ട് ക്ലോസ് ചെയ്യാം. എക്സാം 10 തന്നെയാണ് കിടക്കുന്നത്. എക്സാം 10 നമ്മുടെ ഫോൾഡറിൽ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, മെർജ് ചെയ്യാൻ ഉപയോഗിച്ച ഡോക്യുമെൻറ്റ്, മേജർ ഡോക്യുമെൻറ്റ്, ആ ഡോക്യുമെൻറ്റ് നമുക്ക് എടുത്ത് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. മെർജിങ് നടന്നു കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോൾ ഡോൺ സേവ് കൊടുത്താൽ മതി, സേവ് ചെയ്യേണ്ട, ഡോൺ സേവ്. അപ്പോൾ മേജർ ഡോക്യുമെൻ്റ് അല്ല നമ്മൾ സേവ് ചെയ്യേണ്ടത്, മെർജ്ഡ് ഡോക്യുമെൻ്റാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അത് ഇടയ്ക്ക് വരുന്നതാണ്, ലാസ്റ്റിലല്ല സേവിങ്, അതിൻ്റെ ഇടയ്ക്ക് തന്നെ വരും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇതിൽ മെയിൽ മെർജിൽ 2 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യം നമ്മൾ ഡാറ്റാബേസ് ആഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും അത് കഴിഞ്ഞിട്ട് മെർജ് ചെയ്യുന്ന ആക്ടിവിറ്റിയും. ഡാറ്റാബേസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ഫീൽഡ്സിൽ മോർ ഫീൽഡ്സിൽ പോയിട്ടാണ് ഡാറ്റാബേസ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഫീൽഡുകളെല്ലാം നമ്മൾ ഇങ്ങോട്ട് ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോയിട്ട് പ്രിൻ്റ്, അതിൽ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രിൻ്ററിന് പകരം അവിടെ ഫയലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ മാറ്റം വരുത്തണം എന്നുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ എളുപ്പമാണ്. അപ്പോൾ ഈ നിങ്ങൾ എല്ലാവരും ഈ മെയിൽ മെർജ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഗ്രൂപ്പ് 3യിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലേക്ക് പോവാം. അതിനിടയിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇതിലുള്ള 3 ഏരിയകൾ ഓർമ്മിച്ച് വെക്കുക. നമ്മളാദ്യം സ്റ്റൈലിൻ്റെ ഏരിയയിൽ വരുന്ന ചോദ്യങ്ങളൊന്നും നന്നായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് അതൊന്നും നമ്മൾ നോക്കുക. 3ാമത്തെ ഏരിയ മെയിൽ മെർജ്. ഈ 3 ഏരിയയും നിങ്ങൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 2-ൽ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ഏരിയയും നോക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. കാരണം നമ്മുടെ ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ചിലപ്പോൾ 2 മെയിൽ മെർജ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ മെർജ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ 3 ഏരിയയിലും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ വരുന്ന 7 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.